ഹായ് എവ്രി വൺ, എൻ്റെ പേര് ആർച്ച. ട്രയഡിൻ്റെ മറ്റൊരു കറണ്ട് അഫയർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ CAGനെ പറ്റിയിട്ട് പറയുന്നതിന് മുന്നേ നമ്മൾ ഫൈനാൻഷ്യൽ കൺട്രോളിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫൈനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ വരവ് കിട്ടുന്ന പൈസയും ചെലവ് പോകുന്ന പൈസേനെയും പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. യൂഷ്വലി ഗവൺമെന്റിന് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഓരോ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ കിട്ടുന്നത് ബഡ്ജറ്റ് വഴിയാണ്. അപ്പോൾ ബഡ്ജറ്റ് എന്താണെന്നൊരു ചോദ്യം വരുമല്ലോ. ബഡ്ജറ്റ് എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ആണ്. നമുക്ക് ഇക്കൊല്ലം എവിടെ നിന്നൊക്കെ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്, ഇക്കൊല്ലം എവിടേക്കൊക്കെ നമുക്ക് എത്രത്തോളം എമൗണ്ട് ചെലവ് വരും, അത് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക്, യൂഷ്വലി ഒരു കൊല്ലം. അപ്പോൾ ഇന്ത്യയിൽ അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഉണ്ടാവാറ്. പിന്നെ അടുത്തത് പറഞ്ഞത് ഈ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ് ഫോർ അപ്രൂവൽ ഓഫ് ലെജിസ്ലേച്ചർ ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ഗവൺമെന്റ്. അതായത് അത് നിർബന്ധമായിട്ടും ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത്. നമ്മളുടെ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരാ? ഫൈനാൻസ് മിനിസ്റ്റർ ആണ്. എല്ലാ കൊല്ലവും ഫെബ്രുവരി ആവുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അടുത്ത കൊല്ലം ഏപ്രിൽ മുതൽ മാർച്ച് വരെ എന്തൊക്കെ വരവും ചെലവും ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ടേം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഇല്ല. പക്ഷേ ഈ കാര്യം പറയുന്നത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 112 അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താ? Can enquire into the cases of misuse of funds on the basis of the report of the CAG, Comptroller and Auditor General, and Public Accounts Committee. അതായത് ഈ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒപ്പോസിഷന് ക്വസ്റ്റ്യൻ ചെയ്യാം. കഴിഞ്ഞ കൊല്ലത്തെ ഈ CAGന്റെ റിപ്പോർട്ടും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റീൻ്റെ ഒക്കെ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് പറയാം, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ചെലവ് ആക്കാന്ന് പറഞ്ഞ സ്കീമിനോ നിങ്ങൾ അത്രയും ചെലവാക്കിയിട്ടില്ലല്ലോ, ഇക്കൊല്ലം നിങ്ങൾ എന്തിനാ ഈ സ്കീമിന് ഇത്രയും പൈസ കൂടുതൽ ചെലവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണെന്ന് ഞാൻ ആദ്യം പറയാം, പിന്നെ നമുക്ക് ഡെപ്തിൽ CAGനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ബോഡിയാണ്. ഓക്കെ, പാർലമെന്ററി ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെന്റിലുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരുന്ന ബോഡീനെയാണ് നമ്മൾ പാർലമെന്ററി ബോഡി എന്ന് പറയുക. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് മോണ്ടെഗോ ചെംസ്ഫോർഡ് റിഫോംസ് ഉണ്ട് 1919, അതിൻ്റെ ഭാഗമായിട്ട് 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. പിന്നെ ഇവരും ഈ CAGനെ പോലെ തന്നെ ഈ റവന്യൂവും എക്സ്പെൻഡിച്ചറും ഒക്കെ ഓഡിറ്റ് ചെയ്യുക. ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഒഫീഷ്യലായിട്ട് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, മര്യാദയ്ക്കാണോ ചിലവൊക്കെ നടക്കുന്നത് എന്ന് നോക്കുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പം അതെപ്പോഴാണ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ 1921. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് തുടങ്ങിയത്? മോണ്ടെഗോ ചെംസ്ഫോർഡ് റിഫോംസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ചിലപ്പോൾ ക്വസ്റ്റൻ ആയിട്ട് വരാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KC വേണുഗോപാലാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ മെയിൻ CAGയിലേക്ക് കിടക്കുകയാണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ കംട്രോളർ എന്ന് പറഞ്ഞാലും വേറെ ഒന്നുമില്ല. കംട്രോളർ എന്ന് പറയുന്നത് സൂപ്പർവൈസ് ചെയ്യുന്ന ആളെയാണ് കംട്രോളർ എന്ന് പറയുന്നത്. ഓഡിറ്റ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ്പെൻഡിച്ചറും റവന്യൂ ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം അതാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഈ CAGന്റെ ആദ്യത്തെ രൂപം വരുന്നത് 1858. 1858 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, 1857 ഇന്ത്യൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നുണ്ട്. റിവോൾട്ട് ഓഫ് 1857 നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് നമ്മളെ ബ്രിട്ടീഷുകാർ കുറെ കാലം ഭരിച്ചത് കമ്പനീനെ മുൻനിർത്തിയിട്ടാണല്ലോ ഭരിച്ചത്. ഈ 1857 ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷിലത്തെ ക്രൗൺ പറഞ്ഞു, ഇനി കമ്പനിയല്ല, ഇനി ഞങ്ങൾ നേരിട്ട് ഇറങ്ങി ഭരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് 1858 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യനെ ഡയറക്റ്റ് ആയിട്ട് കൊളനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ CAGയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ
ആദ്യം CAGന്റെ ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് സർ എഡ്വേർഡ് ഡ്രമോണ്ട് ആണ്. ഓക്കെ, 1860 സർ എഡ്വേർഡ് ഡ്രമോണ്ട് ആണ് ഇന്ത്യയിലെ CAGയുടെ ആദ്യത്തെ ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് സ്റ്റേറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടിയത്, അതായത് നിയമപരമായ അംഗീകാരം കിട്ടിയത് 1919ലാണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വേറെ പേരായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മോണ്ടെഗോ ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടിയത് 1919. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി. ഇൻഡിപെൻഡൻസ് 1947 കിട്ടി. അത് കഴിഞ്ഞ് 1950 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എപ്പോഴാ? അത് അഡോപ്റ്റ് ചെയ്തത് 26th November 1949 ആണെങ്കിൽ അത് നിലവിൽ വന്നത്, അത് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 26th January 1950, റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം. ഓക്കെ, അപ്പോൾ അന്നാണ് നമ്മൾ ഈ ഓഡിറ്റർ ജനറലിനെ പേര് മാറ്റിയിട്ട് CAG എന്നാക്കുന്നത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാക്കുന്നത് 1950ലാണ്. അപ്പം നമ്മളുടെ ആദ്യത്തെ CAG, ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് V. നരഹരി റാവു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അദ്ദേഹം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 1971ലാണ് ഈ CAGന്റെ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആദ്യം CAG എസ്റ്റാബ്ലിഷ് ചെയ്തത് 1858ലാണ്. അന്നത്തെ കാലത്ത് അതിൻ്റെ ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് എഡ്വേർഡ് ഡ്രമോണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1950ലാണ് ഈ ഓഡിറ്റർ ജനറൽ മാറ്റിയിട്ട് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാക്കുന്നത്. ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് V. നരഹരി റാവു ആയിരുന്നു. പിന്നെ CAGന്റെ ആക്ട് നിലവിൽ വന്നത് 1971ലാണ്. ഇതാണ് V. നരഹരി റാവു. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് CAG. നമ്മൾ പറഞ്ഞ പാർലമെന്ററി അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ബോഡിയാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആവുമ്പോൾ ഇത് നിലവിൽ വരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. യൂഷ്വലി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് ആർട്ടിക്കിളുകളിലാണ് CAGനെ പറ്റിയിട്ട് പറയണേന്ന് ചോദിച്ചാൽ 148 to 151 ആണ് യൂഷ്വലി ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ ഞാൻ 279ഉം 3rd ഷെഡ്യൂളും 6th ഷെഡ്യൂളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിളുകളിലും CAGനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 279ഉം 3rd ഷെഡ്യൂളും 6th ഷെഡ്യൂളും വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 148 കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് there shall be a കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ അത് 148 ആണ്. അതിലാണ് ഈ CAGന്റെ അപ്പോയിൻമെന്റ്. CAGനെ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് CAGന്റെ റിമൂവലിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും ഇതേ 148 എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ് ഒരു CAGനെ റിമൂവ് ചെയ്യാനും നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു 3rd ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന്. ഈ 3rd ഷെഡ്യൂളിൽ എന്താ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഈ CAG പറയുന്ന ഓത്ത്, ആ ഒരു സത്യപ്രതിജ്ഞ എടുക്കില്ലേ, ആ പ്രതിജ്ഞ മെൻഷൻ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആ സത്യപ്രതിജ്ഞ പറഞ്ഞിട്ടുള്ളത് ഈ 3rd ഷെഡ്യൂളിലാണ്. ഓക്കെ, അപ്പോൾ there shall be a CAG എന്ന് പറയുന്നത് 148ലാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. റിമൂവൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ സിമിലർ ആയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 148ലാണ്. പിന്നെന്താ, they shall not be eligible for further office, either സെൻട്രൽ ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസിലാണെങ്കിലും ഇവരുടെ ഈ അപ്പോയിന്റഡ് പീരീഡ് കഴിഞ്ഞ് അവർ പിന്നെ ഒരു പൊസിഷൻ വഹിക്കില്ല. ഓക്കെ, അതാണ് 148 പറയുന്നത്. ഇനി 149 സിമ്പിൾ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് CAG എന്ന് പറഞ്ഞാൽ CAGക്കുള്ള അധികാരങ്ങളും അവരുടെ പവേഴ്സ് ഒക്കെയാണ് 149.
എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. 150 എന്താ, ഫോംസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് എന്ന് CAGയുടെ അഡ്വൈസ് പ്രകാരം പ്രസിഡന്റ് ഓർഡർ ചെയ്യും. അതാണ് ആർട്ടിക്കിൾ 150 പറയുന്നത്. ഇനി 151 എന്താ പറയുന്നത്, ഈ CAG അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയിട്ട് അതെവിടെയാ സബ്മിറ്റ് ചെയ്യണ്ടേ എന്നാണ് 151 പറയുന്നത്. അപ്പോൾ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ പ്രസിഡന്റിനും, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഗവർണർക്കുമാണ്. എന്നിട്ട് ഈ പ്രസിഡന്റും ഗവർണറും പാർലമെന്റിൽ ഇത് വെക്കും, ചർച്ചയ്ക്കായിട്ട് വെക്കും. അതാണ് ആദ്യം പറഞ്ഞത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ CAG റിപ്പോർട്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവകാശമുണ്ട് എന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 279 ഈ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്തിൽ CAGനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തേർഡ് ഷെഡ്യൂൾ നമ്മൾ നേരത്തെ പറഞ്ഞു, CAGന്റെ ഓത്ത് പറയുന്നത് തേർഡ് ഷെഡ്യൂളിലാണ്. സിക്സ്ത് ഷെഡ്യൂൾ എന്താ, സിക്സ്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ട്രൈബൽ ഏരിയാസ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, ഈ ഭാഗങ്ങളിലത്തെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷന് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് സിക്സ്ത് ഷെഡ്യൂളിൽ പറയുന്നത്. അതിൽ CAG എങ്ങനെയാ വരിക, അവിടുത്തെ ഓഡിറ്റും കാര്യങ്ങളിലും CAGന്റെ റോൾ എന്താണ്, CAGന്റെ പവേഴ്സ് എന്താണ് എന്നൊക്കെ സിക്സ്ത് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സിക്സ്ത് ഷെഡ്യൂളിലും CAGനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ, ആർട്ടിക്കിൾ 148 to 151 ആണ് CAGനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് പറയുന്നത്. 148 CAGന്റെ പറ്റി പറയുന്നു. CAGനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. CAGനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആർട്ടിക്കിൾ 149 CAGന്റെ ഡ്യൂട്ടീസും പവേഴ്സും. പിന്നെ 150 പറയുന്നത് ഫോംസ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്, എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് എന്നാണ് 150 പറയുന്നത്. 151 എന്താ പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രസിഡന്റിനും സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഗവർണർക്കുമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ തേർഡ് ഷെഡ്യൂളിൽ ഓത്ത്, സിക്സ്ത് ഷെഡ്യൂളിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ CAGന്റെ റോള് വരുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ വീഡിയോന്റെ ഉദ്ദേശം ഈ അടുത്ത് നവംബർ 21 നമ്മളുടെ ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്ന കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ശ്രീ K. സഞ്ജയ് മൂർത്തിയാണ് ഇനി മുതൽ നമ്മളുടെ CAG. അപ്പോൾ 21 മുതൽ നമ്മളുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K. സഞ്ജയ് മൂർത്തിയാണ്. അതിന്റെ മുന്നേ ആരായിരുന്നു, ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ സഞ്ജയ് മൂർത്തിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ. മെയിനായിട്ട് ഉള്ള കറണ്ട് അഫെയർ എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗിരീഷ് ചന്ദ്ര മുർമു മാറിയിട്ട് K. സഞ്ജയ് മൂർത്തിയാണ് ഇനി മുതൽ നമ്മളുടെ CAG ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ബഡ്ജറ്റിനെ പറ്റി സംസാരിച്ചു. ബഡ്ജറ്റ് വരുന്നത് ഏത് ആർട്ടിക്കിളിലാണെന്ന് സംസാരിച്ചു, ആർട്ടിക്കിൾ 112. പിന്നെ CAGനെ പറ്റിയിട്ടും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റീനെ പറ്റിയിട്ടും സംസാരിച്ചു. CAG 1858 വന്നത്. ആദ്യത്തെ ഓഡിറ്റർ ജനറൽ ആരായിരുന്നു, സർ എഡ്വേർഡ് ഡ്രമൗണ്ട് ആയിരുന്നു. പിന്നെ നമ്മളുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ CAGന്റെ ആദ്യത്തെ ജനറൽ എന്ന് പറയുന്നത് V. നരഹരി റാവു ആയിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് പറഞ്ഞു. 148 മുതൽ 151 ആർട്ടിക്കിൾ വരെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ 279 ആർട്ടിക്കിളിൽ CAGനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തേർഡ് ഷെഡ്യൂളും സിക്സ്ത് ഷെഡ്യൂളും ഇതിലും CAGനെ പറ്റിയിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു.